ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഡ്രസ് മാറ്റണ്ടേ? ഓ, അതോ ഇതുപോലത്തെ ഡ്രസ് തന്നെ ഇട്ടാ മതിയോ? ആ കൊച്ചു മുതലാളിക്ക് കാണാൻ തല പൊട്ടിച്ചളയും. എന്റെ ദൈവമേ, ഏത് ഗതിയില്ലാത്തവർക്കും പ്രേമത്തെ കുറിച്ച് പറയും 100 നാവ. ഇത്രയും നീണ്ടു നിൽക്കുന്ന പിണക്കമൊക്കെ പഴയ ഫാഷൻ ആട്ടോ. സത്യത്തില് ഇന്ന് ഞാൻ അല്പം തിരക്കിലായി പോയി. അല്ലെങ്കിൽ ഈ പിണക്കം തീർത്തിട്ടേ ഞാൻ പോവുള്ളായിരുന്നു. എനിക്കിവിടേക്കാ വരേണ്ടതെന്ന് ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി? ഇയാള് മുൻപേ എന്നെ പിന്തുടരായിരുന്നോ? സാറേ, ഒരു രക്ഷയില്ലല്ലോ. സാർ ഒരു കാര്യം ചെയ്യ്, എന്തായാലും അങ്ങോട്ട് ചെന്ന് ആ പിണക്കൊന്ന് തീർത്തിട്ടെങ്കിൽ വാ. അതിനൊന്നും ഇപ്പൊ സമയമില്ല മാണിക്കുഞ്ഞ്. നമുക്ക് മീറ്റിംഗിന് എത്തണ്ടേ? അതൊന്ന് കത്തിച്ചു വിട്ടാ തീരാവുന്നതേ ഉള്ളൂ. സാർ പോയിട്ട് വാ, ചെല്ല്. സാരമില്ല, ചില സമയത്ത് ഇങ്ങനൊരു ബ്രേക്കൊക്കെ രസമാണ്. അത് കഴിഞ്ഞ് കൂടിച്ചേരുമ്പോ വല്ലാത്തൊരു സ്വീറ്റ്നെസ് ആയിരിക്കും. അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മൾ ഇതുവരെ ആരോടും ഇണങ്ങിയിട്ടുമില്ല, പിണങ്ങിയിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല. പ്രണയിക്കണം മാണിക്കുഞ്ഞ്, കുറച്ചു നാളെങ്കിലും പ്രണയിക്കണം. വെറുതെ അല്ല, ഈ കവികളും കലാകാരന്മാരും ഒക്കെ പ്രണയത്തെക്കുറിച്ച് ഇത്ര മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നു. അതൊരു സംഭവമാണ്. ഒരു സംഭവമില്ല സാറേ, എന്നെ പോലുള്ളവർക്ക് നടക്കാത്ത സംഭവം. അങ്ങനെ പറ. താൻ വണ്ടിയെടുക്ക്. മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഗാന്ധര പിണക്കം തീർത്തേക്കാം. പിടിച്ചോ, എന്നിട്ട് മേഡത്തിന്റെ ദേഹം മുഴുവൻ അടിച്ചു കൊടുക്ക. നിനക്കെന്നോട് ദേഷ്യായില്ലേ മോളെ? പിന്നെ ഇല്ലാതെ. പോകുന്ന വഴിക്ക് എന്തൊക്കെയാ നടന്നെന്നറിയോ? ഈ സിറ്റിയിലുള്ള ആളുകൾക്ക് ഒരു മര്യാദയുമില്ലേ? എന്താ പറ്റിയത്? പറ്റിയത് എന്താന്നോ, ഇവിടെ നിറങ്ങി സിറ്റിയിൽ ചെന്നത് മുതല് കാലക്കേട് കാലി ചുറ്റി. ഒരു കാലൻ എന്റെ പിന്നാലെ. അതാരാ? അത് ഞാൻ ചേച്ചിയോട് പറഞ്ഞിട്ടില്ലേ? പണ്ട് ഞാൻ വെള്ളത്തിൽ തള്ളിയിട്ട ഒരുത്തൻ. ഓ, ഒരു കൊച്ചു മുതലാളി. അയാള് തന്നെ. അയാൾ എന്നെ കണ്ടിട്ടേ ഏതോ ഒരു മാഡത്തിന്റെ പേരും പറഞ്ഞ് എന്നെ പിടിച്ചങ്ങ് കൊണ്ടുപോവാ. പിന്നെ നോക്കിയപ്പോ ഐസ്ക്രീം പാർലറായി. പിന്നെ വരുന്ന വഴിക്ക് കാറിലിരുന്ന് എന്തൊക്കെയോ പറയുന്നു. എന്നിട്ട് ഈ കവറാണെങ്കില് പുള്ളി കൈ തൊട്ട് തരുന്നുമില്ല. എന്നിട്ടേ കൈ കയറി പിടിച്ചിരിക്ക. അവസാനത്തെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. എനിക്കതല്ല, കൃത്യമായിട്ട് ഈ വീടിന്റെ മുന്നിൽ തന്നെ അയാൾ എങ്ങനെ കൊണ്ടു നിർത്തി? അയാൾക്ക് എങ്ങനെ അറിയാം ഞാൻ ഇങ്ങോട്ടാ വരുന്നേന്ന്? എന്ത് ചിരിക്കുന്നേ? ഞാനേ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ത് കണ്ടിട്ടുണ്ട്? ഈ നായകനും നായികയും തമ്മില് ആദ്യം ഒരു വലിയ ബഹളം. അത് കഴിഞ്ഞു പോകുന്ന നായകൻ നായികയെ തന്നെ ആലോചിച്ചിരിക്കുന്നു. എന്നിട്ട് അവള് ആരാ എന്താന്നൊക്കെ അറിയാൻ വേണ്ടി പിന്നാലെ നടക്കുന്നു. പിന്നെ പ്രേമിക്കുന്നു. അയ്യടാ, പ്രായം കുറച്ചായല്ലോ. ഈ ചിന്തയൊന്നും ഇതുവരെ പോയിട്ടില്ലേ? അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയൊരാള് നിന്നെ വണ്ടി കയറ്റിക്കൊണ്ടുപോണ്ട കാര്യം എന്തിരിക്കുന്നു? നിന്റെ കൂടെ അയാൾ എന്തിനാ ഷോപ്പിൽ വന്നേ? നിനക്ക് അയാൾ എന്തിനാ ഐസ്ക്രീം വാങ്ങിച്ചു തന്നേ? നിന്നെ എന്തിനാ അയാൾ ഇവിടെ കൊണ്ടുവന്ന് വിട്ടേ? അത് പ്രേമം തന്നെയാണ് പെണ്ണെ, മുട്ടൻ പ്രേമം. ഓ, ഈ ചേച്ചിക്കൊണ്ട് ഞാൻ തോറ്റു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ചേച്ചിയോട്ടൊന്നും കേട്ടിട്ടില്ല. ഞാനേ ഇവിടെ എങ്ങനെയും ഒന്ന് രക്ഷപ്പെടട്ടെ. ഗോപാലമാം അവിടെ ലോട്ടറിയും തലയിൽ വെച്ച് നിൽക്കുന്നുണ്ടാവും. ഡ്രസ് മാറ്റണ്ടേ?
ഓ, അതോ ഇതുപോലത്തെ ഡ്രസ്സ് തന്നെ ഇട്ടാ മതിയോ ആ കൊച്ചു മുതലാളിക്ക് കാണാൻ? അടിച്ചാൽ തല പൊട്ടിച്ചളി. എന്റെ ദൈവമേ, ഏത് ഗതിയില്ലാത്തവർക്കും പ്രേമത്തെ കുറിച്ച് പറയും 100 നാവ. എന്റെ ഡ്രസ് ഇവിടെ, ഇങ്ങോട്ട് തന്നെ, ഞാൻ മാറ്റിട്ട് പൊക്കോളാം. ഇപ്പൊ എടുത്തുതരാം. എന്നാലും എന്തൊക്കെയാ സംഭവിച്ചേ? ഈ പാവാടയും ധാവണി എന്നൊക്കെ പറയുമ്പോഴേ ഞാൻ കരുതിയത് കാശ് കുറവേ ഉണ്ടാവുള്ളൂന്നാ. ഇതിപ്പോ സാരിയെക്കാട്ടിലും കൂടുതലാണല്ലോ. ഫാഷൻ അല്ലേ നിർമ്മലേ, അപ്പൊ അവര് വില കൂട്ടും. എന്തായാലും ഈ കളർ മോക്ക് നന്നായിട്ട് ചേരും. അമ്മയോട് ആരാ പറഞ്ഞേ ഈ ഡ്രസ് ഇട്ടാ നവീൻ എന്നെ ഇഷ്ടാവൂന്ന്? ഹാ, ജില്ലാ കളക്ടർ ഇന്ന് രാവിലെ എന്നെ വിളിച്ച് പ്രത്യേകം പറഞ്ഞതാ. എടി, ഇത്രയും സമ്പന്നയായ അവള് ഇങ്ങനൊരു ഡ്രസ് ഇട്ടോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് അവൻ പറഞ്ഞിട്ട് തന്നെയായിരിക്കും. അപ്പൊ പിന്നെ നീ ഈ ഡ്രസ് ഇട്ട് കഴിഞ്ഞാ അവൻ നല്ലത് പറയാതിരിക്കൂ? ഡ്രസ്സിനെ കുറിച്ച് നല്ലത് പറയും, പക്ഷെ മോളെ കുറിച്ച് നല്ലത് പറയില്ല. ആദ്യം നിങ്ങൾ നല്ലൊരു വാക്ക് പറയാൻ നോക്ക്. ഓ, അതെങ്ങനെയാ? അതൊന്നും ശീലിച്ചിട്ടില്ലല്ലോ. എടി മോളെ, നമ്മള് നാട്ടും പുറത്ത് ഉത്സവത്തിനൊക്കെ പോകുമ്പോഴേ ഈ നാടൻ പെമ്പിള്ളാര് ഇതുപോലത്തെ ഡ്രസ്സിട്ട് ഈ മുഖം കുനിച്ചു നടക്കുന്ന ഒരു കോപ്രായില്ലേ, അത് വലിയ നിഷ്കളങ്കതയാണെന്നൊക്കെയാ ചില ആൾക്കാർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിലൊരുത്തനാ നവീൻ. അതുകൊണ്ട് നിനക്ക് എത്ര നിഷ്കളങ്കത കാണിക്കാവോ അതൊക്കെ കാണിച്ചോ. മോള് അമ്മ പറയുന്ന ധൈര്യമായിട്ടൊക്കെ അനുസരിക്ക്. നബീൻ നിനക്കുള്ളതാടി മോളെ. ഗാഥ, മോളെ, മോളെ ഗാഥ.